ഇത്രയും നല്ല ചരിത്രങ്ങളെ, ഈ ഇതിഹാസങ്ങളെ, ഇത് ഇവിടെ സംഭവിച്ചത് എന്ന് പറയുന്ന ഈ ഇതിഹാസങ്ങളെ നമ്മുടെ ആചാര്യന്മാർ ഏത് അർത്ഥത്തിലാണ് കാണുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കിയങ്ങ്. അതെ, നമ്മുടെ സന്തതി പരമ്പരകൾക്ക് വ്യക്തമായി അത് പഠിപ്പിക്കാനും പഠിപ്പിക്കാനും മനസ്സിലാക്കിക്കാനുമുള്ള ശേഷി, ആ ശേഷിയിൽ നമ്മുടെ ആചാര്യന്മാർ എത്തി നിന്നുകൊണ്ട് വരും തലമുറയെ അങ്ങനെ നയിക്കേണ്ടവരാണ്. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ ധ്യാനിക്കേണ്ടത് ഇത്തരം മഹത് വ്യക്തിത്വങ്ങളെയാണ്. നമ്മളുടെ ടാലന്റ് എന്താണോ അത്തരം വ്യക്തിത്വങ്ങളെ നമ്മൾ അവരുടെ ആ ജീവിതത്തെ നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ട് അവരെ പോലെ ആയി ആ ധ്യേയവസ്തുവിൽ തന്നെ നമ്മൾ ചിത്തത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ആ ധ്യാനാവസ്ഥയിൽ നമ്മൾ ധന്യരായിട്ട് മാറുകയാണ് വേണ്ടത്. ആധുനികമായിരിക്കുന്ന ആ ധനികമായിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ ധ്യാനിച്ചുകൊണ്ട് ഇത്തരം ബിംബങ്ങളെ, അല്ലെങ്കിൽ സ്ത്രീയായാലും പുരുഷനായാലും ഇത്തരം വ്യക്തിത്വങ്ങളെ നമ്മൾ ജീവിതത്തിൽ നമ്മളുടെ ലക്ഷ്യത്തെ പ്രാപ്തീകരിക്കുവാനായിട്ട് നമ്മൾ ആ ധ്യാന മാർഗത്തിൽ കണ്ട് അവരുടെ പാതകളെ പിന്തുടർന്ന് അതുപോലെ ആയിത്തീരുകയാണ് വേണ്ടത്. ഇവരെല്ലാം ഇവിടെ ജീവിച്ച് മരിച്ചവരാണ്. നന്മ ചെയ്തുകൊണ്ട്, നന്മ പറഞ്ഞുകൊണ്ട്, ജ്ഞാനം പകർന്നുകൊണ്ട്, കർമ്മത്തെ ചെയ്തുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മനുഷ്യ അവതാരങ്ങളായിട്ട് മാറിയവരാണ് ഇവര്. ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും മറഞ്ഞു പോകാത്ത മഹത് വ്യക്തിത്വങ്ങളാണ് ഇവര്. എല്ലാ വിധത്തിലുള്ള ആചാര്യന്മാര് ബുദ്ധിയുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ ആ ബുദ്ധി വികാസത്തിലേക്ക് എല്ലാ അർത്ഥത്തിലും നയിക്കാനുള്ള ആ പ്രവർത്തന പദ്ധതിയും രൂപീകരിച്ചുകൊണ്ട് തലമുറയെ വളരെ ബുദ്ധി വികാസത്തിലേക്ക് നയിക്കുന്ന ആളുകളായി മാറേണ്ടവരാണ് ആചാര്യന്മാർ, അല്ലേ? തീർച്ചയായിട്ടും.